ഒരു കള്ളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, ഒരു കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് ഞാൻ ചെയ്ത്. പക്ഷെ എന്നെ അതിലേക്ക് എത്തിച്ചത് കുറച്ച് കൂടുതൽ കാരണങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ അറിയണം. എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അത് പറയാനാണ് ഞാൻ ഇന്ന് എന്നെ വന്ന്. എല്ലാവരോടും എനിക്കൊന്ന് സംസാരിക്കണം. അമ്മ എവിടെ? അമ്മ എഴുന്നേറ്റായിരുന്നോ? അമ്മ ഒന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു. ഒരു മിനിറ്റ്, അമ്മയെ വിളിക്കണ്ട. ഏട്ടത്തി വന്ന കാര്യം തൽക്കാലം അമ്മ അറിയണ്ട. അല്ല, അമ്മ അറിയണം മീനു. ഞാൻ അമ്മയോട് സംസാരിക്കാനല്ലേ വന്നേ. അമ്മേ, 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 വേണ്ട വേണ്ട. അയ്യോ, അപ്പച്ചി ഫുൾ കലിപ്പില. ഏട്ടത്തി ഇപ്പൊ കണ്ട കുഴപ്പാവും. ഏട്ടത്തി, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്. ഏട്ടത്തി ഇപ്പൊ ഇവിടുന്ന് പോവാനോ? ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് എല്ലാരോടും സംസാരിക്കണം മീനു. അമ്മയോട് ഞാനൊന്നും സംസാരിച്ചില്ല. എനിക്ക് പറ്റിയില്ല. എന്റെ ഭാഗത്ത് ന്യായം എന്താന്ന് അമ്മ ഒന്ന് അറിയണം. അമ്മയെ വിളിക്ക. അമ്മേ, വേണ്ട. ഏട്ടത്തി ഇപ്പൊ അമ്മയോട് സംസാരിച്ച സംഭവം വഷളാവുള്ളൂ. സമാധാനമായിട്ട് ഞങ്ങൾ അമ്മയോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊന്ന് രമ്യതയിൽ എത്തിച്ചിട്ട് ഏട്ടത്തെ വിളിക്കാം. അപ്പോഴേ ഏട്ടത്തി ഇങ്ങോട്ട് വരാവൂ. ഇല്ല മീനു, എനിക്ക് അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പൊ തന്നെ ഒന്ന് സംസാരിക്കണം. എനിക്ക് പറ്റാഞ്ഞിട്ടാ. നിൽക്ക. എന്റെ കുടുംബത്തെ നീ കാല് കുത്തിയാ, ആ കാല് ഞാൻ വിട്ടു. അമ്മ, ആരാടി നിന്റെ അമ്മ? അങ്ങനെ പറയല്ലേ അമ്മ. എന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്നെ ആട്ടി അകറ്റല്ലേ. നീ എന്താ പറഞ്ഞേ? നിന്റെ വീടോ? ഇതെങ്ങനെയാടി നിന്റെ വീടാവുന്നത്? നീ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നലത്തോടെ അവസാനിച്ചു. അതുകൊണ്ടാ നിന്നെ കഴുത്തിന് പിടിച്ച് വെളി തള്ളിയത്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കല്ലേ. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്റെ മോനോട് ഈ കുടുംബത്തിനോട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാടി. അത് മാത്രല്ല, ഞാൻ നിന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാം. നിൽക്കടി ഇവിടെ. എങ്ങോട്ടാടി തള്ളിക്കയറി പോകുന്നേ? അമ്മ, എനിക്ക് പറയാനുള്ളത് പറയണം. ഇന്നലെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതിനെങ്കിലും എന്നെ അമ്മ ഒന്ന് അനുവദിക്കണം. നിനക്ക് എന്താടി ഇത്രയ്ക്ക് പറയാനുള്ളത്? ഓ, പുതിയ കള്ളത്തരങ്ങളുമായിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ബാലേട്ടനെ നീ വിളിക്കണ്ട. നിന്നെ സ്നേഹിച്ചതിന്റെയും വിശ്വസിച്ചതിന്റെയും ഫലം ബാലേട്ടൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോടി. അമ്മ, ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എനിക്ക് താ പ്ലീസ്. അമ്മ, എത്ര വലിയ തെറ്റ് ചെയ്ത കുറ്റവാളിയാണെങ്കിലും ആ തെറ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം
അതേത് കോടതിയും കേൾക്കാറുണ്ട്. അത്രയൊരു ദയെങ്കിലും അമ്മ എന്നോടൊന്ന് കാണിക്കണം. നിന്നോട് ദയ. നീ ഒരുത്തി കാരണം ഈ കുടുംബം തകർന്നു. ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ ബാലേട്ടനെ കുറ്റപ്പെടുത്തിയ ഒരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം ബാലേട്ടൻ ഒരുക്കിയിട്ടില്ല. അങ്ങനെയുള്ള എന്റെ ബാലേട്ടനെ എനിക്ക് കുറ്റപ്പെടുത്തേണ്ടി വന്നു. ക്രൂരമായ വാക്കുകൾ കൊണ്ട് ബാലേട്ടന്റെ മനസ്സിനെ മുറിപ്പെടുത്തേണ്ടി വന്നു. നിസ്സഹായനായി എല്ലാം കേട്ടു നിന്നതല്ലാതെ മറിച്ചൊരക്ഷരം പ്രതികരിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. അത്രയേറെ എന്റെ ബാലേട്ടനെ ഞാൻ അപമാനിച്ചു. എന്നിട്ട് പോലും ആ മനുഷ്യൻ പ്രതികരിച്ചില്ല. ആരുടെ മുമ്പിലും എന്റെ ഭർത്താവിന്റെ തല താഴരുത് എന്ന് ആഗ്രഹിച്ചൊരു ഭാര്യ ഞാൻ. പക്ഷെ ആ ഞാൻ തന്നെ ആ മനുഷ്യനെ അപമാനിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിച്ചത്? നീ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ വീടും ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെ മനസ്സും നീ തകർത്തെറിഞ്ഞു. നിന്നെ സ്നേഹിച്ചതിന്റെയും വിശ്വസിച്ചതിന്റെയും ശിക്ഷ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അമ്മ, ഇവിടെ നിന്നെ പറഞ്ഞു വിടല്ലേ അമ്മ. നിങ്ങൾ ആരും കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അനുമോളെ, നീയെങ്കിലും ഒന്ന് പറ. ഇടത്തേക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ അമ്മയോട് പറ. അനുമോളെ, നീയെങ്കിലും ഒന്ന് പറ. ഇടത്തേക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ അമ്മയോട് പറ. അനു നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണല്ലേ? ഈ അനുവിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാമോ? അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന്റെ ഒരു സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവളുടെ ആനന്ദേട്ടന്റെ അവസ്ഥയോർത്ത് അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഈ വീട്ടിലെ എല്ലാവരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാ. സകലരുടെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ വന്ന് നിന്ന് മോങ്ങാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടി? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇറങ്ങടി, ഇറങ്ങാൻ. അമ്മ, പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിച്ചു പറയാം. ഇനിയും നീ ഞങ്ങളെ ദ്രോഹിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ. ആനന്ദേട്ടാ, മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ. അമ്മേ, അമ്മേ, ഏടത്തി ഒന്ന് അകത്തേക്ക് വിളിക്കോ. ഒരു 5 മിനിറ്റല്ലേ ഏടത്തി ചോദിക്കുന്നുള്ളൂ. പ്ലീസ് അപ്പച്ചി, സംസാരിക്കാനുള്ളത് സംസാരിച്ചു കഴിഞ്ഞ് പൊക്കോളും. അമ്മ, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കണം. അമ്മ, അകത്തേക്ക് വരട്ടെ. പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോട്ടെ. ഓ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവളുടെ സൈഡാണല്ലേ? ഞാൻ ഒറ്റപ്പെട്ടു. അമ്മ, അങ്ങനെയല്ല. എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൂടെ നിൽക്കണം. ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവർ എന്നോടും എന്റെ കുടുംബത്തിനോട് കാണിക്കുന്ന സ്നേഹം കള്ള സ്നേഹോ. ഒരുത്തി എന്നെ പറ്റിച്ചു. ഇനി ആരും എന്നെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പച്ചി, അമ്മ, എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാനിവിടുന്ന് പോവില്ല. നീ പോകണ്ട. നീ ഇവിടെ തന്നെ നിന്നോ.
കേറിപ്പോ. അമ്മേ, പറഞ്ഞത് കേട്ടില്ലേ? കേറി പോകാൻ. ഇറങ്ങിപ്പോടി. അമ്മേ, ഇറങ്ങിപ്പോകാൻ. ഇറങ്ങിപ്പോടി. അമ്മേ, 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 വാതില് തുറക്കമ്മേ. അമ്മേ, അമ്മ ഒന്ന് തുറക്കമ്മേ, ഇത് പ്ലീസ്. എന്തൊരു നാശമാണെന്ന് പറ. അമ്മേ, അമ്മ ഒന്ന് വാതില് തുറക്കമ്മേ. അമ്മേ, അമ്മ വാതില് തുറക്കമ്മേ. അമ്മേ, അമ്മേ, മീനു, അവൾക്ക് വക്കാലത്തും കൊണ്ട് വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവൾ എങ്ങനെയാ വന്നത്? ഞങ്ങൾക്കറിയില്ല. സത്യം പറഞ്ഞോണം. നിങ്ങളല്ലേ അവളെ വിളിച്ചു വരുത്തിയത്? അയ്യോ, അല്ല അമ്മേ. സത്യം അപ്പച്ചി. ബെല്ല് കേട്ട് ചെന്ന് നോക്കുമ്പോ മുന്നിൽ ഏട്ടത്തി. എന്നോടൊന്ന് ക്ഷമിക്കമ്മേ. മക്കള് തെറ്റ് ചെയ്ത അമ്മമാരല്ലേ ക്ഷമിക്കേണ്ട. എടീ, അറിയാതെ ചെയ്യുന്നതാ തെറ്റ്. ഏതമ്മയും മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കും. അറിഞ്ഞോണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ചതിയെന്നാ പേര്. അതാ നീ എന്നോട് ചെയ്തത്. എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കും. പക്ഷെ എന്നെ ചതിച്ചവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അമ്മേ, ഞാനൊന്ന് പറയുന്നത് കേക്ക് പ്ലീസ്. തുറക്ക്. മര്യാദയ്ക്ക് നിന്നോട് പോകാനാ പറഞ്ഞത്. അമ്മേ, കഥ തുറക്കമ്മേ. ആനന്ദേട്ടാ, എന്നോട് ക്ഷമിക്ക ആനന്ദേട്ടാ. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ ചേട്ടാ, ഒന്ന് വെറുതെ തന്നെ. ഇത്രയൊക്കെ നമ്മളോട് ചെയ്തു കൂട്ടിയിട്ടും പുറത്ത് നമ്മള് നാട്ടോട് മുമ്പിൽ നമ്മളെ നാണം കെടുത്ത് നോക്കുക. ആകാശ്, ഇവനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോകാൻ. പറഞ്ഞു കേട്ടില്ലേ അമ്മേ? കൊണ്ടുപോകാൻ. സ്ത്രീകളെ ഉപദ്രവിച്ചാ പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. വിട്ട് വിടും. ആനന്ദേട്ടാ, എടി, ഇനി നീ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. ഇത്രയും കാലം നിന്റെ അഭിനയൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ഇനിയും നിന്നെ വിശ്വസിച്ചു മണ്ടന്മാരാവാൻ ഞങ്ങളെ കിട്ടില്ല. നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബാലേട്ടാ, ബാലേട്ടാ, ആ ഫോണിങ് തന്നെ. ബാലേട്ടാ, ആ തന്തയും തള്ളയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. ആദ്യം അവർക്കാ കൊടുക്കേണ്ടത്. ഫോൺ ഇവിടെ. ആരാ? കോമതിയാ. ഫോൺ ഇങ്ങോട്ട് തന്നെ. ഹലോ, നിങ്ങൾ എന്താ വിചാരിച്ചേ? അവളിവിടെ വന്ന് കരഞ്ഞു പിഴിഞ്ഞ ഞങ്ങൾ അങ്ങ് മാപ്പ് കൊടുക്കുന്നോ? ദേവി അവിടെ ഉണ്ടോ? ദേ, എന്റെ മുമ്പിൽ നാടാൻ കളിക്കരുത്. വണ്ടി നിർത്തടാ. നാടകം കളിച്ചെന്നോ? ആര് നാടകം കളിച്ചു? ദേ, മനസ്സറിയാത്ത കാര്യത്തിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. ശ്രീകലെ, എന്റെ മുന്നിൽ നീ അധികം അഭിനയിക്കല്ലേ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞങ്ങളുടെ ദേവി മോളെ കാണാനില്ല. ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുവാ. അപ്പോഴാ നിങ്ങളുടെ ഫോൺ വന്നത്.
ഓ പിന്നെ അവളെ കാണാനില്ല. നിങ്ങൾ തന്നെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവളുടെ പുറകെ നിങ്ങളും വരുന്നു. അങ്ങനെ പറ, അതല്ലേ സത്യം? ഗോമതി, നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണോന്ന് എനിക്കറിയില്ല. എന്നെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും നോക്കണ്ട. മനസ്സിലാക്കിയതൊക്കെ മതി. ഒരു കാര്യം ചെയ്യേ, അവൾ ഇവിടെ ഉണ്ട്, വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. ഇതിനകത്തേക്ക് ഞാൻ അവളെ കേറ്റില്ല. ഗോമതി, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. അതുവരെ മോളെ എവിടെയും പോകാതെ നിങ്ങളൊന്ന് നോക്കിക്കോണേ. മനസ്സിലായി മനസ്സിലായി, അടവ് മനസ്സിലായി. അടവോ? നിങ്ങൾ വരുന്നത് വരെ അവളെ ഞങ്ങൾ നോക്കണം അല്ലേ? ഗോമതി, ഇതൊരു അടവല്ല. ശ്രീകലേ, പണ്ട് നീയും നിന്റെ ഭർത്താവും കൂടി എന്നെയും എന്റെ കുടുംബത്തെയും ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഇനിയത് നടക്കില്ല. നിങ്ങൾ വരുന്നത് വരെ അവളെ നോക്കിക്കോണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നിങ്ങൾ വന്നാലല്ലേ അവളെ കൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമുള്ളൂ. ബുദ്ധി കൊള്ളാം. എന്നാലേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. മറ്റെന്തും ഞാൻ ക്ഷമിക്കും, സഹിക്കും. പക്ഷെ എന്നെ ചതിച്ച അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാനത് സഹിക്കയില്ല, മറക്കയില്ല. എന്താ? ഒരിക്കലും എനിക്ക് മറക്കാനോ പൊറുക്കാനോ കഴിയുന്ന തെറ്റല്ല അവൾ എന്നോട് ചെയ്തത്. അതിന് നിങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും അവൾ സ്വയം ചെയ്തതാണെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല. എന്റെ മനസ്സിനെ അലിയിക്കാനുള്ള ശക്തിയെ ഇപ്പൊ അവളുടെ കണ്ണീരിനില്ല. പാതിരാത്രിയാണെങ്കിലും പെരുമഴയത്താണെങ്കിലും അവള് പുറത്തു തന്നെ നിൽക്കും. അവൾക്ക് വേണ്ടിയേ ഈ ദേവമംഗലത്തിന്റെ വാതിൽ ഇനി തുറക്കില്ല. പിന്നെ അവളുടെ കാര്യത്തിൽ എനിക്കോ എന്റെ കുടുംബത്തിൽ ആർക്കോ ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതും കൂടി ഓർത്തോ. വണ്ടി എടുക്കടാ. എന്താ ഗോമതി എന്താ പറഞ്ഞേ? എത്ര പെട്ടെന്ന് നമുക്ക് ദേവമംഗലത്ത് എത്തണം. പെട്ടെന്ന് വണ്ടി വിടറാ. വണ്ടി എടുക്കടാവുന്നു. അമ്മ, വാതിലൊന്ന് തുറക്കമ്മേ. അമ്മ, അമ്മ ഒന്ന് തുറക്കമ്മേ. അമ്മ, എങ്ങനെയെങ്കിലും തിരിച്ച് ഈ വീടിനകത്ത് കയറണം. അതിനു വേണ്ടിയിട്ട് ആരുടെ കാല് പിടിക്കാനും തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. നാണോ ഇല്ലാത്തവള്. അനന്തട്ടാ, ചേട്ടൻ അതൊന്നും ശ്രദ്ധിക്കണ്ട, വിട്ടേക്ക്. അമ്മ, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്കണേ. അതിലൊന്ന് തുറക്ക്. മീനു, മിത്രേ, അനുമോളെ, നിങ്ങളെങ്കിലും നമ്മെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാനൊന്നകത്ത് കയറിക്കോട്ടെ. ഇവള് അമ്മ, ഒന്ന് തുറക്ക്. മോളെ, മോളെ ദേവി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല അമ്മ. ഇതാ എന്റെ വീട്, ഇതാണ് എന്റെ കുടുംബം. എന്നെ അകത്ത് പോലും കയറ്റാതെ വാതിലടച്ചിരിക്കുക. മോളെ, നീ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു മോളെ. ഓ, ദേ പെരിങ്കളനും ഭാര്യ എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നാടകമാണോ നടക്കാൻ പോകുന്നത്? ഞാൻ ഇനി ഒരു കള്ളത്തരം പോലും പറയില്ലെന്ന് ബാലച്ചനോടും അമ്മയോടും ഒന്ന് പറയമ്മ. ഞാനെല്ലാം സത്യം പറഞ്ഞോളാം. എന്നൊന്ന് അകത്തേക്ക് കേറ്റാൻ പറ. നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ഗോമതി, വാതില് തുറന്നേ. ഗോമതി, വാതില് തുറക്കാൻ. ഒരു പെങ്കൊച്ച് ചങ്ക് പൊട്ടി ഇവിടെ നിന്ന് കരയുമ്പോ എല്ലാം കൂടി വാതിലടച്ച് അകത്തിരിക്കുകയാണോ?
മനസാക്ഷിയില്ലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? എന്തുവാ ഗോമതി ഇത്? ഗോമതി വാതില് തുറക്കാൻ. അമ്മ അമ്മ എന്റെ നേരെ ഈ വാതിൽ അടയ്ക്കല്ലേ അമ്മ. അമ്മ നിങ്ങൾ ആരും കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തു പോയ തെറ്റിന് അമ്മയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. നിങ്ങനെ പുറത്ത് നിർത്തല്ലേ അമ്മ. അമ്മ ഒന്ന് വാതിൽ തുറക്കമ്മ. നീ ഒന്ന് അടങ്ങി നിൽക്കേ ഗോമതി. നീ ചെയ്യുന്ന ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് മുറ്റത്ത് വീണാലേ അത് ഈ കുടുംബത്തിന് നല്ലതല്ല. ഗോമതി, നീയും 2 പെൺമക്കളെ പെറ്റതല്ലേ? ഒരു പെണ്ണിന്റെ മനസ്സ് ഇങ്ങനെ വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ദേവിമോൾ ഈ കുടുംബത്തിലെ മരുമോളാ. അങ്ങനെ ഒരു പെങ്കച്ചിനോട് ഇങ്ങനെയാണോ ഗോമതി പെരുമാറേണ്ടത്? നിങ്ങൾക്കൊന്നും നാണക്കേട് തോന്നുന്നില്ലേ ഗോമതി? എന്തൊരു മനുഷ്യരാ നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഈ കുടുംബം നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ. നീയൊന്നും എഴുന്നേറ്റം പിടിക്കത്തില്ല. നോയിക്കോ. എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? പ്രശ്നം തീർക്കാനൊന്നുമല്ല, വഷളാക്കാൻ അവര് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും മീനു ചേച്ചി? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. ഇങ്ങനെ ഒരു നാര്യ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിടാൻ പാടില്ലായിരുന്നു. അല്ലൊരു കുടുംബക്കാര് വന്നിരിക്കുന്നു. ഈ ബാലനെ കുടുംബത്തെ പറ്റി നാട്ടുകാർക്കൊക്കെ വലിയ അഭിപ്രായമാണല്ലോ. ഈ നശിച്ച കുടുംബത്തെ പറ്റിയാണ് നാട്ടുകാരൊക്കെ നല്ലത് പറഞ്ഞ് നടക്കുന്നത്. ഇവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ. ഇവൻ അങ്ങനെയൊന്നും നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ച ഈ ദേവമംഗലക്കാര് മുഴുവനും അനുഭവിക്കും. ഇനിയൊരു വാക്ക് എന്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കരുത്. ഇപ്പോ ഈ നിമിഷം നിങ്ങളുടെ മോളെയും കൂട്ടി ഇവിടുന്ന് പോണം. ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ദേവിമോളെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും.